ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. FTP is a standard internet protocol provided by TCP or IP used for transmitting the files from one host to another. FTP client is a program that implements a file transfer protocol which allows you to transfer files between two hosts on the internet. It mainly used for transferring the web page files from their creator to the computer that act as a server for other computer on the internet. It allows a user to connect to a remote host and upload or download the files. അതായത് ഒരു യൂസറിന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യാനോ അതേപോലെ തന്നെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ക്ലയൻറ്റ് ഫയലാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ FTP സെർവറാണ് ആ ഫയലിനെ റിട്ടേൺ ചെയ്യുന്നത്. അതേ ക്ലയൻറ്റ് തന്നെ ഒരു വെബ് പേജാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വെബ് സെർവറാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിനെയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. വൈ വി നീഡ് FTP? ഇങ്ങനെ രണ്ട് സിസ്റ്റംസ് തമ്മിൽ ഡാറ്റ അല്ലെങ്കിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. Two systems may use different file name conventions. Two systems may have different ways to represent text and data. Two systems may have different directory structures. അതായത് രണ്ട് സിസ്റ്റംസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഫയൽ നെയിം കൺവെൻഷൻസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അതേപോലെ തന്നെ ഡാറ്റേനെയും ടെക്സ്റ്റിനെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് വേസിലായിരിക്കും. അതേപോലെ തന്നെ രണ്ട് സിസ്റ്റത്തിനും ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് FTPയിൽ മെയിനായിട്ട് രണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സിസ്റ്റവും മറ്റേത് FTP സെർവർ സൈഡ് സിസ്റ്റവും. ക്ലയൻറ്റ് സൈഡ് സിസ്റ്റത്തിൽ 3 കോമ്പണൻസ് ആണുള്ളത്: യൂസർ ഇൻ്റർഫേസ്, കൺട്രോൾ പ്രോസസ്സ്, ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. FTP സെർവറിൽ വരുന്ന 2 കോമ്പണൻസ് ആണ്: കൺട്രോൾ പ്രോസസ്സ്, ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ഒരു യൂസറിനെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആണ് വെബ് ബ്രൗസർ. അതായത് ഒരു യൂസറിന് FTP സെർവറിനെ ആക്സസ് ചെയ്യാൻ മെയിനായിട്ട് 2 മെത്തേഡ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ഇതേപോലെ ഒരു യൂസർ FTP സെർവറിനെ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സ്. ഈ ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സ് സെർവർ കൺട്രോൾ പ്രോസസ്സിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ കണക്ഷനാണ് സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള കമാൻഡ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളതാണ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ക്ലയൻറ്റും സെർവറും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ഷനാണ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് തീരുന്നത് വരെ അത് ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഡാറ്റ ട്രാൻസ്ഫർ കണക്ഷൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് തീരുന്നത് വരെ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നിടത്തോളം അത് ആക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും, പിന്നെ അത് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന FTPയിൽ യൂസ് ചെയ്യുന്ന 2 കണക്ഷൻസ് ആണ് കൺട്രോൾ കണക്ഷൻസും ഡാറ്റ കണക്ഷൻസും. ദ കൺട്രോൾ കണക്ഷൻസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് കൺട്രോൾ കമാൻഡ്സ്. ത്രൂ കൺട്രോൾ കണക്ഷൻസ് വി ക്യാൻ ട്രാൻസ്ഫർ എ ഫയൽ, കമാൻഡ്സ് ഓർ line of response at a time. The control connections is made between the control process. The control connections remains connected during the entire interactive FTP section. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എൻറ്റയർ ഇൻട്രാക്റ്റീവ് FTP സെക്ഷനിൽ അതായത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് തീരുന്നത് വരെ ഈ കൺട്രോൾ കണക്ഷൻസ് ആക്റ്റീവ് ആയിരിക്കും. അതായത്
The control connections is used for transferring control commands. Control commandsനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് control connections. പിന്നെ വരുന്നതാണ് data connections. It is used for transferring data. The data connections uses very complex rules as data types may vary. The data connections is made between data transfer process. The data connections opens when a command comes for transferring the files and closes when the files is transferred. അതായത് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അത് ഓപ്പൺ ആയിരിക്കും, പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ക്ലോസ്ഡ് ആയിരിക്കും. ഇത്തരത്തിൽ ക്ലയൻറ്റും സെർവറും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ഷനാണ് ഡാറ്റ കണക്ഷൻസ്. നമുക്ക് FTPൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് സ്പീഡ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് FTP ഈ സ്പീഡ്. അതായത് രണ്ട് സിസ്റ്റംസ് തമ്മിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് ഇതിന് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമതാണ് എഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ആസ് വി ഡു നോട്ട് നീഡ് ടു കംപ്ലീറ്റ് ഓൾ ദി ഓപ്പറേഷൻ ടു ഗെറ്റ് ദി എൻറ്റയർ ഫയൽ. അതായത് ഒരു എൻറ്റയർ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ സെക്യൂരിറ്റി. ഈ FTP സെർവറിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം. സോ ഇറ്റ് ഈസ് മോർ സെക്യൂർ. പിന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്. FTP allows us to transfer the files back and forth. അതായത് ഒരു ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഫയൽസിനെ സെൻഡ് ചെയ്യാനോ അതേപോലെ തന്നെ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് ഡാറ്റേനോ അല്ലെങ്കിൽ ഫയൽസിനെ സെൻഡ് ചെയ്യാനോ FTPയിൽ സാധിക്കുന്നതാണ്. നമുക്ക് FTPൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The standard requirements of the industry is that all the FTP transmissions should be encrypted. However, not all the FTP providers are equal, and not all the providers offers encryption. So we will have to look out for the FTP providers that provides encryption. അതായത് ഒരു FTP ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആയിരിക്കണം. പക്ഷേ സം FTP പ്രൊവൈഡേഴ്സ് എൻക്രിപ്റ്റഡ് ട്രാൻസ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ FTP ട്രാൻസ്മിഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ വരുന്നത് FTP serves two operation, that is to send and receive large files on a network. However, the size limit of the files is 2 GB that can be set. അതായത് ഇതിൽ ഒരു സെറ്റ് ഡാറ്റ ലിമിറ്റ് ഉണ്ട്, അപ് ടു 2 GB ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ it also doesn't allow you to run simultaneous transfer to multiple receivers. അതായത് ഒരു ക്ലയൻറ്റിന് ഒരു സെർവറിനെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് എവറി സിസ്റ്റം. അതായത് എല്ലാ സിസ്റ്റമായിട്ടും ഇത് കമ്പാറ്റബിൾ ആയി പോകണമെന്നില്ല. ഓക്കെ, താങ്ക് യു.